ജന്തർ മന്തറുകളെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങള്? മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ട് കാലത്ത് സമയം, മാസം, ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മള് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് ജന്തർ മന്തർ. അത് 18ാം നൂറ്റാണ്ടില് മഹാരാജ ജയ്സിംഗ് രണ്ടാമൻ കുറേ പണ്ഡിതന്മാരെ പല രാജ്യങ്ങളിലേക്ക് അയച്ച് ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ച് വന്നുണ്ടാക്കിയതാണ് ഈ ജന്തർ മന്തറുകൾ. പ്രധാനമായിട്ട് 5 ജന്തർ മന്തറുകൾ. ഒന്ന് ജയ്പൂർ, മധുര, ന്യൂഡൽഹി, ഉജ്ജയിന്, അതേപോലെ വാരണാസി. ഈ 5 സ്ഥലങ്ങളിലാണ് ജന്തർ മന്തറുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതില് ജയ്പൂരത്തത് ഒരു വലിയ ജന്തർ മന്തറാണ്. ഏതാണ്ട് 19 യന്ത്രങ്ങൾ അവിടെണ്ട്. പ്രധാനമായിട്ടുള്ളത് സാമ്രാട്ട് യന്ത്രം, ജയപ്രകാശ് യന്ത്രം, രാമയന്ത്രം, മിശ്ര യന്ത്രം, അതുപോലെ ശാസ്താംശ യന്ത്രം, കപാല യന്ത്രം, രാശി വശീര യന്ത്രം എന്നൊക്കെ പറഞ്ഞെങ്ങാണ്ട് പ്രധാനപ്പെട്ട കുറച്ച് യന്ത്രങ്ങൾ. അത് ഈ പറഞ്ഞ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന പ്രധാന യന്ത്രങ്ങളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് സമയവും കാലവും ഒക്കെ നിശ്ചയിച്ചിരുന്നത്. സൂര്യന്റെ നേയലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇവര് ഓരോ സമയവും മാസങ്ങളും അതിന്റെ രേഖകളും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിലിപ്പോ സമയം നോക്കാനുള്ള 2 യന്ത്രങ്ങളുണ്ട് അവിടെ. ഒന്ന് ഒരു 15 മിനിറ്റ് ഗ്യാപ്പ് എന്നുള്ള രീതിയിലാണ് സമയം നോക്കുന്നത് വെച്ചാല് അത്ര അത്ര ആക്യുറേറ്റ് അല്ലെങ്കിൽ വലിയൊരു യന്ത്രമുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള എത്ര 90 അടിയോളമായിട്ട് ഹൈറ്റുള്ള വലിയൊരു യന്ത്രം. അപ്പോൾ അതിലെ സംബന്ധിച്ചിടത്തോളം അത് ഓൾമോസ്റ്റ് ആക്യുറേറ്റ്. അപ്പോൾ നമ്മളവിടെ ഉള്ളപ്പം തന്നെ ഓരോ ഗൈഡുമാര് സമയം നോക്കിങ്ങാണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതില് ഓരോ യന്ത്രങ്ങൾ ഉണ്ടാക്കി അത് മെയിന്റെയിൻ ചെയ്യാൻ കഴിയാണ്ട് വരുമ്പോ അതിന് ആക്യുറേറ്റ് ആയിട്ടുള്ള മറ്റ് യന്ത്രങ്ങൾ അപ്പുറത്ത് വേറെ ഉണ്ടാക്കിയ സംഗതികളൊക്കെ കാണുന്നുണ്ട്. അതേപോലെ ഓരോ നക്ഷത്രങ്ങൾക്കുള്ള ഓരോ സാധനങ്ങൾ, ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ യന്ത്രങ്ങൾ. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ചിലതൊക്കെ അവർ ലോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ചില കറങ്ങുന്ന സാധനങ്ങൾക്ക് മക്കൾ കയറിങ്ങാണ്ട് ഊഞ്ഞാലാടുന്നുണ്ടെന്ന് പറഞ്ഞ് ലോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ സംഗതികൾ. അത്യാവശ്യം നല്ല രസത്തിലുള്ള ഒരുപാട് സംഗതികൾ ഇതിൽ കാണാനുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടത് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അവിടെ ഓരോന്നിന്റെ മുമ്പിലും ഒരു ക്യൂആർ കോഡ് അവര് കൊടുക്കും. എന്നുവെച്ചാൽ നമുക്ക് വേണമെങ്കിൽ സ്കാൻ ചെയ്ത്ങ്ങാണ്ട് ഓരോ യന്ത്രവും എന്താണെന്നുള്ളത് വിശദമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഗൂഗിളിൽ വിക്കിപീഡിയ നോക്കി കഴിഞ്ഞാലും കുറെയൊക്കെ സാധനങ്ങൾ കിട്ടും. പക്ഷെ എന്താണെന്ന് കൃത്യമായിട്ട് അവിടെ പോകുമ്പോൾ മനസ്സിലാക്കണമെന്നുണ്ട്. ഇന്നതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് സഹായത്തിന് ഒരു ക്യൂആർ കോഡ് അവിടെ വെക്കും. അതിൽ നോക്കിങ്ങാണ്ട് നമ്മൾ വായിക്കുക.